അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നൂറയുടെ ബാപ്പ അതാ വിളിക്കുന്നു നൂറയുടെ ഭർത്താവിൻ്റെ ഫോണിലേക്ക്. ഹലോ, ആ മക്കളെ, സൽക്കാരമൊന്നും നടന്നിട്ടില്ലല്ലോ, നിങ്ങൾ സൽക്കാരത്തിന് വരി. എന്നാൽ അത് കേട്ട ഉടനെ നൂറയുടെ ഹസ്ബൻഡ്, അവന് ദേഷ്യമാണ് വന്നത്, എങ്കിലും അവൻ ദേഷ്യം അമർത്തി പിടിച്ച് വരാം. പിന്നെ വരുന്നവരോടൊക്കെ എല്ലാവരും കൂട്ടുകുടുംബങ്ങളൊക്കെ കൂട്ടി വരി കേട്ടോ, എല്ലാവരും കൂടെ. നൂറയുടെ പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ പലതും മനസ്സിൽ ഉറപ്പിച്ചു. സൽക്കാരം, അതെ, സൽക്കാരത്തിന് പോകണം. ഉമ്മയോട് കാര്യം പറഞ്ഞു. ഉമ്മ പെങ്ങളോടും പറഞ്ഞു, അതെ സൽക്കാരമാണ്, കൂട്ടുകുടുംബങ്ങളെയൊക്കെ കൂട്ടിച്ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സൽക്കാരത്തിന് പോകണം, നാളെയാണ്. മോനെ, ആയിക്കോട്ടെ, സന്തോഷമേ ഉള്ളൂ. പിന്നെ സൽക്കാരത്തിന് പോകുമ്പോൾ നമുക്ക് കുറച്ചധികം പലഹാരങ്ങളും കാര്യങ്ങളും സോപ്പൊക്കെ കൊണ്ടുപോകണം കേട്ടോ. എല്ലാവർക്കും സോപ്പ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എന്തിനാ ഉമ്മ? അതൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നവർക്കല്ലേ ആ മാമൂൽ. കണ്ടിന്യൂയോ? നീ എന്തീ പറയുന്നത്? അല്ലേ, ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്തിനു വേണ്ടിയിട്ടാണ് സോപ്പും കാര്യങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടുവന്നത്? വാങ്ങുന്നതിന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ അവനതാ പലഹാരങ്ങളും സോപ്പുകളൊക്കെ വാങ്ങുന്നു. എന്നാൽ ഈ സമയം അതാ തൻ്റെ കൂട്ടുകാരൻ ഷെഫീക്ക് വിളിക്കുന്നു. ഹലോ എടാ, എന്തായി കാര്യങ്ങളൊക്കെ? പിന്നെ ഒരു കാര്യം, നാളെ സൽക്കാരാണ്, ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കായിരുന്നു എൻ്റെ ഭാര്യ വീട്ടിൽ. അല്ലടാ, സാധാരണ രീതിയിൽ സൽക്കാരം എന്നൊക്കെ പറയുമ്പോഴേ മധുവിധമൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. എന്തായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? അവളുമായൊരു മധുവിധു അല്ലേ? സുഖമില്ലാത്ത പെണ്ണിനെ തലയിൽ കെട്ടിവെച്ച് കിളവിന് മുങ്ങാൻ നിൽക്കായിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിയും കഥയും എനിക്കുണ്ട്. എടാ, ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞില്ലേ അവൾ അങ്ങനെ കൊണ്ടുവിടാൻ പാടില്ല. ഇല്ല, ഞാൻ കൊണ്ടുവിടുന്നില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് പോകുന്നത്. പലഹാരങ്ങളും സോപ്പുമൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും അവളുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി പോകുന്നു. നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. എന്താടാ? അതൊക്കെയുണ്ട്, നീ വാ. ശരിക്കും ഷെഫീഖിനത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഇവനിത് എന്തിൻ്റെ കേടാ? ആ പെണ്ണിനെ എന്തിനു വേണ്ടിയിട്ടാണ് ആ പെണ്ണിനെ കഷ്ടപ്പെടുത്തുന്നത്? എടാ, വേണ്ടാത്തിന് നിൽക്കല്ലേ നീ. അതായത് ഒരു പക്ഷെ അവളുടെ കൂടെയുള്ള ജീവിതം നിനക്ക് ഭാഗ്യം കൊണ്ടുവരും. നീ അങ്ങനെയൊന്നും ചെയ്യലടാ. ഞാൻ ചെയ്യുകയല്ല. നീ എനിക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ചെയ്യും. നീയാണെങ്കിലും ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനും നാളെ നീ വാ. എന്നാൽ ഈ സമയം ഷെഫീഖ് അന്ന് തന്നെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അരികിലേക്ക് പോയിരുന്നു. അതായത് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി കൂട്ടുകാരൻ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അതെ, ഷെഫീഖിൻ്റെ കൂട്ടുകാരൻ. അവർ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു കുറച്ചു കാലം. പിന്നീട് വേർപിരിഞ്ഞു എന്ന് വെച്ചാൽ ഇവൻ വേറെ ഫീൽഡിലേക്ക് അങ്ങ് മാറി. എന്നാൽ കോണ്ടാക്റ്റും കാര്യങ്ങളും ഉണ്ട് താനും. ശരിക്കും ഈ ഒരു അവസ്ഥ ഷെഫീഖിന് വല്ലാത്തൊരു ഷോക്കായി മാറി. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ അരികിലേക്ക് അവൻ പോവുകയാണ്. കൂട്ടുകാരൻ മറ്റാരുമല്ല, നമ്മുടെ ഷാഹുലാണ്. ഷാഹുലിൻ്റെ അരികിലേക്ക് അവൻ കാണാൻ പോയിട്ടില്ല. കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വർക്കുണ്ടായിരുന്നു അവൻ്റെ വീട്ടിൽ. ആ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂട്ടുകാരൻ വിളിച്ചത്. ആദ്യം അവർ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നു, എങ്കിലും ഷെഫീഖിൻ്റെ ജോലി ഇപ്പോൾ വേറെ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ അവർ പിരിയുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, എനിക്കിപ്പോൾ ജോലി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, എൻ്റെ പണിക്കാരെ വേണമെങ്കിൽ ഇടാം. അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, എടാ നിൻ്റെ പണി തന്നെ വേണം എനിക്ക്. നീയല്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ആള്. എനിക്ക് നീ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കൊരു പ്രയാസമുണ്ട് നടക്കാനൊക്കെ എന്ന് പറഞ്ഞത്. ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് ഷെഫീഖ് അതാ പോകുന്നു നേരെ ഷാഹുലിൻ്റെ വീട്ടിലേക്ക്. എന്നാൽ ഇപ്പോൾ ഷാഹുൽ പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുന്നു, പരസഹായമില്ലാതെ. മറ്റേത് കാലൊന്നും നിലത്തേക്ക് വെക്കാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. അല്ലടത് എന്താ പറ്റിയത്? സത്യത്തിൽ എന്താണിത് പറ്റിയത്? ഇതെന്താണ്? നീ പറ, എന്ത് സംഭവിച്ചത്? ഒന്നുമില്ലടാ, ചെറിയൊരു ആയിക്കോട്ടെ, ഏതെങ്കിലും പടച്ചോൻ കാത്തു. അല്ലടാ, നിന്റെ കല്യാണം നോക്കുന്നില്ലേ? കല്യാണം കളയാട്ടൊന്നും വേണ്ടടാ. അതായത് എൻ്റെ ഫ്രണ്ടിന് ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ആകെ പെട്ടുപോയ അവസ്ഥയിലാണ്. അതെന്തേ? ഒന്നുമല്ല, കല്യാണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ പെണ്ണിനെന്തോ ഒരു
അസുഖമുണ്ട് എന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നു കേട്ടിട്ട് അവന് ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ നിൽക്കുകയാണ്. നാളെ സൽക്കാരാണ്, എനിക്കും പോകാനുണ്ട്. അപ്പോൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്തേ പിന്നെ സൽക്കാരത്തിൻ്റെ ഒക്കെ ആവശ്യം? അല്ല അങ്ങനെയല്ല, അവന് എന്തായാലും ആളുകളെയൊക്കെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓ അങ്ങനെ എന്തായിരുന്നു പ്രശ്നം എന്നാവല്ലേ? പ്രശ്നം എന്താ, പെണ്ണിന് എന്താ സുഖമില്ല, ബോധം കെടലാണ്, എന്തോ അസുഖമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടത്. ശരിക്കും ഷെഫീക്ക് ആ കാര്യം പറഞ്ഞപ്പോൾ ഷാഹുലിൻ്റെ മനസ്സൊന്നരിഞ്ഞു. ഓരോ പെൺകുട്ടികളും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്രതീക്ഷയോടെയാണ്. പക്ഷേ പാതി വഴിയിൽ വെച്ച് അല്ലെങ്കിൽ യാത്രക്കിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെ പിന്നെ ജീവിതകാലം മുഴുവനും ഒരു അസുഖക്കാരിയാക്കി മാറ്റുന്ന പ്രവണത നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. ഷെഫീഖിനോട് പറഞ്ഞു, ഷെഫീഖ് എന്താടാ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൂടെ? എത്ര ആളുകൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ, ഇത്ര പെട്ടെന്ന് അറിയില്ലടാ. എന്നാൽ അപ്പോഴേക്കും ഷെഫീഖിൻ്റെ അടുത്തേക്ക് ഉമ്മയും ഉപ്പയും വന്നു. മോനെ നീ കുറേ ആയല്ലേ വന്നിട്ട്? അതെ, ഇവനെ ഞാൻ വിളിച്ചതാണ് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട്. വീട്ടിൽ കുറച്ച് പണി ഉണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എനിക്ക് ഇവനുമായുള്ള ബന്ധം ആദ്യം ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഇവനെ തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇവനിങ്ങനെ സുഖമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ, മോനെ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുകയാണ് നല്ലത് മോനെ. പിന്നെ എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ സുഖം തന്നെയാണ്. നാളെ എനിക്കൊരു സൽക്കാരമുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ നാളൊക്കെ വരാമെന്ന് വിചാരിച്ചത്, അപ്പോൾ ഇന്ന് പോകുന്നതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, റാഹത്തല്ലേ? കുഴപ്പമൊന്നുമില്ല. അല്ല പെങ്ങളെ കാര്യം എന്തായി എടാ? പെങ്ങളെ കാര്യമൊന്നും പറയണ്ടടാ, നല്ല ആലോചനകൾ വരുന്നൊന്നും അവൾക്ക് പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പഠിച്ചവൻ്റെ വിധി പോലെ നടക്കുള്ളൂ. അവൾക്ക് നല്ല ആലോചനകൾ വന്നിരുന്നു. അവളുടെ ആദ്യ ഭർത്താവിനെ ഒഴിവാക്കി രണ്ടാമതൊരു പോലീസുകാരനുമായൊരു ആലോചന അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതായിരുന്നു. എന്താ ചെയ്യുക? അവൾക്ക് പറ്റുന്നില്ല. അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവൾക്ക് ആദ്യ ഭർത്താവിനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനല്ലേ? അപ്പോൾ ആദ്യ ഭർത്താവൊക്കെ വേറെ കല്യാണം കഴിച്ച് പോയില്ല, ഇവള് വേറെ ഒരുത്തൻ്റെ കൂടെ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഈ സ്റ്റോറിയൊക്കെ? എനിക്കറിയാം. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട കല്യാണം കഴിപ്പിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോൾ അതൊന്നും നടക്കൂല. ഒരു പോലീസുകാരൻ ചോദിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പോലീസുകാരന് മറ്റൊരു പെണ്ണുമായി വിവാഹം DGPയുടെ മകളുമായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. നല്ല പോലീസായിരുന്നു, അടിപൊളി എല്ലാം കൊണ്ടും. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് വിധിച്ചതല്ലേ കിട്ടുള്ളൂ, വിധിയില്ലാതിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്താപ്പം ചെയ്യുക, വിധി അല്ലാതെ എന്ത് പറയാനാ? അങ്ങനല്ലേ? അങ്ങനെ അതാ ഷെഫീഖിനുള്ള ചായയും കടിയൊക്കെ ഉമ്മ എടുത്തു വെച്ച്, മോനെ കുടിക്ക്, ദുആ ചെയ്യട്ടോ എല്ലാം റാഹത്തൊക്കെ ആകാനേ. അല്ല മക്കളെ, നിങ്ങളെ കല്യാണമൊക്കെ ഇനി ഉണ്ടാക്കണമല്ലോ. അതേ ഉമ്മ, എപ്പോഴും എൻ്റെ ഉമ്മയും പറയും കല്യാണക്കാര്യത്തിനെ കുറിച്ചും അങ്ങനെയൊക്കെ. പക്ഷേ അതിങ്ങോട്ട് ഹയറായത് കിട്ടട്ടെ, ഏതായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. അല്ല ഷാഹുലിൻ്റെ കല്യാണമൊക്കെ നോക്കാൻ വേണ്ടി നിന്നിരുന്നു. ഓന് ഇഷ്ടപ്പെട്ടൊരു പെണ്ണൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എൻ്റെ കൂടെ ഞാൻ വരാം, നമുക്ക് പോയി ചോദിച്ചു വെക്കുക എന്നൊക്കെ പറഞ്ഞു. ഓൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഇപ്പം കണ്ണീര് ഞാൻ ഇനി കുടിപ്പിക്കൂല, ഇപ്പം നിങ്ങളെ കൊണ്ട് തന്നെ ഇടങ്ങാറായതാണ്, ഞാൻ കുടിപ്പിക്കൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൊന്നും മോൻ അതിനൊന്നും കുഴപ്പമില്ല, എൻ്റെ കുട്ടീൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ അവനത് സമ്മതിച്ചില്ല. അവളെ വിവാഹം കഴിഞ്ഞും ചെയ്തു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞില്ലേ? അല്ല നല്ല കുട്ടികളൊക്കെ ആണെങ്കിലേ നമുക്ക് അവരെ വേഗം കല്യാണം കഴിക്കുകയാണ് നല്ലത്. അങ്ങനെ കണ്ടറിഞ്ഞതൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പോൾ എങ്ങനെയൊക്കെ ഏതൊക്കെ ഒന്നും പറയാൻ വയ്യല്ലോ. ഒക്കെ പടച്ച റബ്ബിൻ്റെ തീരുമാനം പോലെ തന്നെ അല്ലേ. ഏതായാലും ഹൈറായത് ലഭിക്കട്ടെ എല്ലാവർക്കും. എന്നാൽ ഒരിക്കൽ പോലും അവരത് അറിഞ്ഞില്ല. അതെ, ഷാഹുൽ സ്നേഹിച്ച നൂറയെയാണ് തൻ്റെ കൂട്ടുകാരൻ ഒഴിവാക്കുവാൻ വേണ്ടി പോകുന്നതെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും പറയാൻ അവർക്ക് അറിയുമായിരുന്നില്ല. എന്തൊക്കെ തന്നെയായാലും തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്നേഹിച്ച പെണ്ണിനെയാണ് എൻ്റെ കൂട്ടുകാരൻ വിവാഹം കഴിച്ചത്. ആ കാര്യം അവന് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ എന്നാൽ ശരി, എന്നാൽ പോട്ടെട്ടോ, നാളെ ഒരു സൽക്കാരമുണ്ട്. അപ്പോൾ വലിയ VIP സൽക്കാരം ഒക്കെ ആണെന്ന്, ഇവർ നല്ല ഫാമിലിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ കാണാം. പിന്നെ കാലൊക്കെ റെഡി ആയിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കാനായി കഴിയുന്നുണ്ട്. അതപ്പോഴത്തെ എങ്ങനെ ആക്സിഡൻ്റ് ആയത് പല സ്ഥലത്തും. അതൊക്കെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒക്കെ പിന്നെ പറയണ്ട്. ഓക്കെ. അങ്ങനെ അത് ഷെഫീഖ് അവിടെ നിന്നും ഇറങ്ങുന്നു. എന്നാൽ ഈ സമയം നാളെ സൽക്കാരത്തിന് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടുത്തെ വീട്ടുകാർ. പിന്നെ
ഇനി ഇങ്ങനെ ഇവിടുത്തെ കുറ്റം കുറവ് അവിടെ പോയി പറയാൻ നിൽക്കണ്ട. എല്ലാവരും പലതും ചോദിക്കും. നാത്തൂൻ്റെ വാക്കുകൾ ചിലവർ ചോദിക്കും, എങ്ങനെ ഉണ്ടടി അവിടെ, എൻ്റെ പുതിയാപ്പിള എങ്ങനെ ഉണ്ട്, എൻ്റെ നാത്തൂൻ എങ്ങനെ ഉണ്ട്, അമ്മായിമ്മ എങ്ങനെ ഉണ്ട്, ഒക്കെ ചോദിക്കും. ഇതിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായം തന്നെ പറഞ്ഞാൽ മതി കേട്ടോ, ആദ്യം തന്നെ പറഞ്ഞേക്കാം. അല്ലാതെ അതും ഇതും ഇവിടെ നടന്നൊന്നും പോയി പറയല്ല നല്ല പെൺകുട്ടികളുടെ ലക്ഷ്യം. അവരുടെ സ്വഭാവം മനസ്സിലായല്ലോ. നല്ല രീതിയിൽ എല്ലാവരെ കുറിച്ചും പറയണം. ആ പിന്നെ അപ്പോഴേക്കും അതാ ആങ്ങളെ വിളിക്കുന്നു, എടി ഇവിടെ വന്നേ. ആ എന്തേക്കാ? പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഉമ്മ അറിയണ്ട. ഒരിക്കൽ പോലും നാളെ ഒരു കാര്യം നടക്കാറുണ്ട്, അത് ഉമ്മയോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തേക്കാ? പിന്നെ ഒന്നും ഉപദ്രവിക്കൊന്നും വേണ്ട കേട്ടോ. വേണ്ടാന്ന് വെച്ചാണ്ട് കൊണ്ടുവിടുക എന്നല്ലാതെ ഉപദ്രവിക്കൊന്നുമല്ല. എന്തിന് ഉപദ്രവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക്. അല്ല ഈയും കുറേ ഉപദ്രവിച്ചില്ലേ എൻ്റെ നാവ് കൊണ്ട് അല്ലേ എൻ്റെ ഇക്ക. പിന്നെ ഇപ്പം എന്താ, തീരെ തടിയൊന്നും ഇല്ലാത്ത പെണ്ണിനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. വെറുതെ ഈ കണ്ണില്ലേ എനിക്ക് നോക്കാൻ. അല്ല നിങ്ങൾ പിന്നെയും പോയിനല്ലോ. അല്ല ഞങ്ങളുടെ പിന്നെ കൂട്ടത്തിലറിയില്ല. ഈ എന്ന ആണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട. അതിനിപ്പോൾ എന്താ, സൗന്ദര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. സൗന്ദര്യത്തിന് കുറവൊന്നുമല്ല, തടിയൊന്നും തീരല്ല. പിന്നെ ഇടയ്ക്ക് അപസ്മാരം ഇളകി കഴിഞ്ഞാലേ പണിയാവും മോനെ, വേഗം കൊണ്ടുവിട്ടേക്ക്. അങ്ങനെ പിറ്റേന്ന് സൽക്കാരത്തിൻ്റെ തിരക്കുകൾ വീട്ടിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. അങ്ങനെ അത് എല്ലാവരും കൂടെ നൂറയുടെ വീട്ടിലേക്ക് സൽക്കാരത്തിന് വേണ്ടി പോവുകയാണ്. സൽക്കാരത്തിന് വിഭവസമൃദ്ധമായ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കിയിരുന്നു. അങ്ങനെ അതാ നൂറ അവളുടെ വീട്ടിലെത്തി. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കാനുള്ള സോപ്പുകളും പലഹാരപ്പൊതികളും അതാ വണ്ടിയിൽ നിന്ന് ഇറക്കി. നൂറയുടെ ഹസ്ബൻഡും കാറിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും നൂറയുടെ ഹസ്ബൻഡിനെയും അവളെയും മാറി മാറി നോക്കി. നൂറ മോളെ, വീട്ടിലുള്ള എല്ലാവരും അതാ അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മോളെ നൂറ, സുഖല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാ. അതുമാത്രമായിരുന്നു അവൾ പറഞ്ഞത്. സൽക്കാരത്തിന് ആളുകളെല്ലാം കൂടി ഫുഡെല്ലാം കഴിക്കുന്ന തിരക്കിൽ എല്ലാവരും നൂറയോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. പലതും ചോദിക്കുന്നു. അതെ പിന്നെ എങ്ങനെയുണ്ട്, ഒക്കെ കഴിഞ്ഞോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവൾ പകച്ചു നിൽക്കുകയായിരുന്നു. അല്ല എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമാണ്, ഒക്കെ ആസ്വദിച്ചതിന് ശേഷം റെഡിയായതിൻ്റെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു സൽക്കാരം. അല്ലടി സത്യം പറ, എന്തൊക്കെയുണ്ടായിരുന്നു? ഒക്കെ റാഹത്തല്ലേ, ഉഷാറല്ലേ? പിന്നെ അതെ, സത്യമായിട്ടും ഹാപ്പി അല്ലേ നീയെ? കൂട്ടുകാരികൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. കൂടെ ഷഹനയും കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. അല്ല പെണ്ണേ, പിന്നെ എന്തായാലും നീ കുറച്ച് നന്നായിട്ട് ചെയ്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആണുങ്ങളെടുത്ത് എത്തിക്കിട്ടിയ പിന്നെ പല പെണ്ണുങ്ങളും നന്നാവും. അത് എന്താ അറിയില്ല, എന്തോ ഒരു രഹസ്യമാണ് അതിൽ. എല്ലാവരും അവളെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി. അവളുടെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലൊക്കെയായി. പല വെറൈറ്റി ഫുഡുകളുടെ വിപുലമായ കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ച് അവസാനം സ്വീറ്റ്സും കാര്യങ്ങളും അതെല്ലാം കഴിച്ചു. വീടും പരിസരവും എല്ലാം നോക്കി. ബാപ്പക്കും പെരുത്ത് സന്തോഷം. കാരണം വലിയ തറവാട്ടത്തെ മകനെയാണ് തൻ്റെ മകൾക്ക് ഭാര്യയായി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷ് ചെലവഴിച്ച് വലിയ സൽക്കാരം തന്നെ നടത്തി. ഒരാളുടെ മുമ്പിൽ മോശമാകാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ ഇത് സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും പോകുവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ആ സമയം ഭർത്താവും അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഭർത്താവിൻ്റെ പെങ്ങളും അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു സംശയാസ്പദമായ രീതിയിൽ അവർ എന്തോ രഹസ്യം പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം ഞാൻ വണ്ടി കയറാണ്, നീ കയറിക്കോ. അതായത് ഇനി അവളെ കൊണ്ടുപോകുന്നില്ല ഞാൻ. ആളുകൾ ചോദിക്കുകയാണെങ്കിൽ പറയാലോ, സുഖമില്ലാത്ത കുട്ടിയെ തലയിൽ കെട്ടിവെച്ചിട്ട് അത് പറയണം എനിക്ക് അയാളോട്. തന്തയോടാണ് പറയേണ്ടത്, തന്തയാണ് ഇതിന് മുൻകൈ എടുത്തത്. അങ്ങനെ അതാ അവൻ കാറിലേക്ക് കയറുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ബാപ്പ, മോനെ പോവുകയാണോ? അതെന്താ മോളെ? എല്ലാവരും വണ്ടിയിൽ കയറി. എന്നാൽ അവളെ മാത്രം ആരും ക്ഷണിച്ചില്ല. ആ പിതാവ് ആകെ ആശങ്കപ്പെട്ടു. ഇതിപ്പോൾ എന്താ, എല്ലാവരും ഇത്രയും വലിയ സൽക്കാരം കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോകാൻ തുടങ്ങി, പക്ഷേ എന്താ മോളെ കൊണ്ടുപോകാത്തത്? ഒരു നിമിഷം അതാ നൂറ അവിടെ പതുങ്ങി നിന്നു. എല്ലാവരും ചോദിച്ചു, അല്ല നൂറ, നീ നിൽക്കാൻ വന്നതാണോ 8 ദിവസം? അവൾ പുഞ്ചിരിച്ചു. മനസ്സിനുള്ളിൽ വേദനയുണ്ട്. കാര്യം അവൾക്ക് ഏറെക്കുറെ മനസ്സിലായി. ഇല്ല, തൻ്റെ ഇക്ക ഇനി എന്നെ കൊണ്ടുപോകില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും.
എന്നാൽ അതിനിടക്ക് ഷെഫീക്ക് വന്നു. എടാ, എന്താ എൻ്റെ പ്ലാനിങ്? ആ പെണ്ണിനെ കൊണ്ടുപോയി നീ എവിടുക്ക കാറിൽ കയറണേ? അവളെ വിളിക്ക്. എന്തൊരു മോശത്തരാണ്. അനക്ക് അങ്ങനെ തന്നെ രഹസ്യമായിട്ട് ചെയ്യണ്ടേ? ഇത്രയും ആളുകൾ കൂടിയ സമയത്താണ് നീ ഇത് ചെയ്യുന്നത്. ഇറങ്ങിപ്പോടാ. ശരിക്കും അതാ അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് അവൻ, എടാ പിന്നെയുണ്ടല്ലോ, ഇത്രയധികം മനുഷ്യന്മാരെ നമ്മൾ മോശത്തരത്തിലാക്കാൻ പാടില്ല. ഇവിടെ എത്ര ജനങ്ങളുണ്ട്. ഈ സമയത്ത് നീ അവളെ ഇട്ടിട്ട് പോയാൽ എല്ലാവരും എന്താ വിചാരിക്കുക? നിനക്കെതിരെ കേസ് കൊടുക്കൂലേ? നീ എന്തൊരു പൊട്ടത്തിരി കാണിക്കണത്? അവളെ വിളിക്ക്. അങ്ങനെ അതാ ഷെഫീഖിൻ്റെ ആവശ്യപ്രകാരം നൂറയെ വിളിക്കാൻ അവൻ വീണ്ടും പോരുന്നില്ലേ? ഇവിടെ നിൽക്കുകയാണോ? ദേഷ്യത്തോടെ ആ ഒരു വാക്ക് കേട്ട് അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു. എന്താ പോരുന്നില്ലേന്ന്? ഇവിടെ തന്നെ കൂടുകയാണോ? ആ, ഞാൻ വരാം. അവൾ ഭയത്തോടെ അതാ പോകുന്നു. ബാപ്പാ, ഞാൻ പോയിട്ട് വരാം. അതെ, എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരണം എന്നില്ല. അതായത് അവിടെ കെട്ടി മാപ്പിളുടെ വീട്ടിലവിടെ ഇങ്ങനെ നിൽക്കണം, അതാണ് വേണ്ടത്. പിതാവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട നൂറയുടെ മനസ്സ് പിടഞ്ഞു. എന്നാൽ ഉമ്മ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മോളെ, എന്തുണ്ടെങ്കിലും ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചോട്ടോ. പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൂലി ഉണ്ടാവും. ഉമ്മ അവൾ വിതുമ്പിക്കരഞ്ഞു. മോള് പൊയ്ക്കോളി, സാരല്ല. ഉമ്മ അവളെ ഒരുപാട് ചുംബിച്ചു. പൊന്നു മോള് പൊയ്ക്കോളിട്ടോ. നല്ല സുഖസുന്ദരമായ ദാമ്പത്യ ജീവിതം നയിക്കണം കാണുമ്പോഴേ ഞങ്ങൾക്ക് സന്തോഷമാണേ. അങ്ങനെ അത് മനമില്ല മനസ്സോടു കൂടെ നൂറ കാറിനടുത്തേക്ക്. എന്നാൽ അവൻ്റെ ആ വാക്ക്, എന്താ ഇവിടെ നോക്കിയിരുന്ന് പിടിച്ചു കയറ്റുമെന്ന് വിചാരിച്ചിട്ടാണോ നീ ഇവിടെ നിന്ന് നിൽക്കുന്നത്? വേണമെങ്കിൽ കയറിക്കോ. അവൻ്റെ ആ വാക്കുകേട്ട് അവൾ പേടിച്ച് ആ വാഹനത്തിൽ കയറി. അങ്ങനെ അതാ നൂറ വീണ്ടും അവൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുകയായിരുന്നു. പക്ഷെ അവൻ്റെ പ്ലാൻ അതല്ലായിരുന്നു ഒരിക്കൽ പോലും. നൂറയെ അവിടെ ഉപേക്ഷിച്ച് പോരുക, തന്തയോട് നല്ലൊരു ഡയലോഗും കൊടുക്കുക. സുഖമില്ലാത്ത പെണ്ണിനെയാണോ എനിക്ക് വേണ്ടി കെട്ടിച്ചു തന്നിരിക്കുന്നത് എന്നുള്ളൊരു ഡയലോഗും ആളുകളുടെ ഇടയിൽ വഷളാക്കണ്ടെന്ന് കരുതിയിട്ടാണ്. നൂറ് അയാളുടെ ഓരോ വാക്കുകൾക്കും ഭയന്നുകൊണ്ടിരുന്നു. അവൾക്ക് പേടിയാണ് അയാളെ. കാര്യം മറ്റൊന്നുമല്ല, എൻ്റെ ആ ഒരു ഓർമ്മശക്തി നഷ്ടമാവൽ അത് ശരിക്കും വലിയൊരു ഇഷ്യൂ ആണ്. അതവർക്കൊരു മാനസിക രോഗിയായി എന്നെ അങ്ങ് മാറ്റുകയായിരുന്നു. അവരുടെ ഓരോ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ പതറുന്നു. അവൾ ആ യാത്രയിൽ കണ്ണീരോടെ വീണ്ടും അവളുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ യാത്ര പോവുകയാണ്. ഇൻഷാ അല്ലാ ഇനി എന്തായിത്തീരും നൂറയുടെ ജീവിതം നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ, ഇസ്ലാമിക് ന്യൂ ഇയർ.